ഞാൻ ചെറുപ്പം തൊട്ടുള്ള അധ്വാനം പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം 34 വർഷമായി. അന്ന് തൊട്ട് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് കൂടി. ഇപ്പം മൊത്തത്തിൽ എത്ര രാജ്യങ്ങളിൽ പോയി? ഇപ്പം മൊത്തം ഇപ്പം 42 രാജ്യം പോയിരിക്കുക. 42 രാജ്യങ്ങളിൽ പോയി മൊത്തം കറങ്ങിയിട്ടിരിക്കുക. ജർമ്മനി, പാരീസ്, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, ഓസ്ട്രിയ, കനേഡിയ. അത് 9 രാജ്യം ഒന്നിച്ച് പോയതാ. ഈയിടെ എനിക്ക് ജ്വരം കൂടിയിട്ട് ഒരു വീടുണ്ട്, അത് ഞാൻ ഈയിടെ പറയുകയാണെങ്കിൽ വിറ്റു. യാത്ര അതാണ് എൻ്റെ ഇഷ്ടം. ഞാൻ പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഈ പൈസ ഉണ്ടാക്കി പിള്ളേരുടെ പേർക്കൊന്നും സ്വരൂപിച്ച് വെക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. സ്വിറ്റ്സർലാൻഡ് മഞ്ഞുമലയുണ്ട്, അത് കേബിൾ കാറിൽ പോയി അങ്ങ് വലിയ ഒത്തിരി ദൂരത്തിലാണ്, പൊക്കത്തിലാണ്. അപ്പം അതേ കയറി അവിടെ ചെന്ന് അതിനകത്ത് നിൽക്കുന്നതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണ്. മഞ്ഞ് വന്ന് നമ്മളെ മൂടും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്നിട്ട് മാറി ഷൂ വേണം, അല്ല ഐസിയുടെ പുറത്തോട്ടല്ലേ നടക്കുന്നേ. ഹായ്, നമസ്കാരം. ഷൈജു ആണ്, ഷൈജു ബ്ലോഗറാണ്. ഞാനിപ്പോൾ കോട്ടയം ജില്ലയിലെ വാകത്താനത്തിനടുത്തുള്ള ഞാലിയാകുഴിയിലാണ്. അപ്പം ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ റിസ്റ്റി ഹോട്ടൽ. ഈ ഹോട്ടൽ നടത്തുന്ന നമ്മുടെ റോണിച്ചേട്ടനും ഫാമിലിയും കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് 42 രാജ്യങ്ങളാണ് അവർ കണ്ടിട്ടുള്ളത്. ഇതെല്ലാം തന്നെ ഈ കുഞ്ഞു കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണെന്നുള്ളതാണ് അത്ഭുതം. നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് പണമുണ്ടെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. ആ സ്ഥാനത്താണ് ഇവരിപ്പോൾ ഈ 42 രാജ്യങ്ങൾ ഇപ്പോൾ കണ്ടു തീർത്തിരിക്കുന്നത്. ഇനിയും രാജ്യങ്ങൾ കാണാൻ വേണ്ടി അവർ പോകാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് റോയി. ചേട്ടനാണ് ഈ നല്ല പൊറോട്ടയും ചായയും ഒക്കെ വിറ്റിട്ട് ഈ ലോകം മൊത്തം കറങ്ങുന്നത്? അതെ, ഞാൻ തന്നെയാ. ഇപ്പൊ പറയുകയാണെങ്കിൽ 42 രാജ്യം പോയി. 40 ആയിരുന്നു പോകെ. കഴിഞ്ഞ ആഴ്ച 2 രാജ്യങ്ങൾ പോയി, ഇന്തോനേഷ്യയും സിംഗപ്പൂരും ഞാനും ഭാര്യയും. അപ്പം ഞാൻ ആദ്യം 15 വർഷം മുമ്പ് ഇങ്ങനെ ടൂർ പോകാൻ എനിക്ക് ആദ്യമൊക്കെ ഇങ്ങനെ ആഗ്രഹമായിരുന്നു. അങ്ങനെ 15 വർഷം മുമ്പ് ആദ്യം തായ്ലൻഡിൽ പോയി അവിടെ കണ്ടു വന്നു. പിന്നെ ഞാൻ 2 പ്രാവശ്യങ്ങൾ പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കുറ്റം പറയുമായിരുന്നു ഞാൻ പോകുന്നതിന്. അവനെ കൂടെ വിളിച്ചോണ്ട് 1 പ്രാവശ്യം പോയി. ഇപ്പോൾ അവനാണ് എൻ്റെ തലയ്ക്ക് നിൽക്കുന്നത്. അവനും ഭാര്യയും ഞാനും ഭാര്യയും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും പോയി. അതിനു മുമ്പ് 10 രാജ്യം ഒന്നിച്ച് പോയി, 9 രാജ്യവും. ഇപ്പം മൊത്തത്തിൽ എത്ര രാജ്യങ്ങളിൽ പോയി? ഇപ്പം മൊത്തം ഇപ്പം 42 രാജ്യം പോയിരിക്കുക. 42 രാജ്യങ്ങളിൽ പോയി മൊത്തം കറങ്ങിയിട്ടിരിക്കുക. വൈഫും ഒക്കെ ആയിട്ട്. റിസ്റ്റി ഹോട്ടൽ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ അപ്പുറത്തെ ഒരു മുറിക്കകത്തായിരുന്നു. അവിടെ ഇങ്ങോട്ട് മാറിയിട്ട് 5 വർഷമായി. അതിന് മുമ്പ് അവിടെ ആയിരുന്നു. കോട്ടയം ജില്ലയിലെ വാകത്താനം ഞാലിയാകുഴിയിലാണ് റിസ്റ്റി ഹോട്ടൽ. ബിനു. ഞാൻ ചെറുപ്പം തൊട്ടുള്ള അധ്വാനം പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇപ്പം 34 വർഷമായി. അന്ന് തൊട്ട് പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് കൂടി. അന്ന് തൊട്ടേ ഇങ്ങനെ ഓരോ ഈ കടകൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ചായക്കടയിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്. ചായക്കട ഇവിടെ ദൂരമൊന്നുമല്ല, കഞ്ഞിക്കുഴി ഓസീസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ജോലിക്കുന്നുണ്ട്. അന്ന് ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 3 രൂപയാണ്. മാസം 90 രൂപ ശമ്പളത്തിലാണ്. ഇന്ന് എൻ്റെ കടയിൽ നിൽക്കുന്നതിൻ്റെ ശമ്പളം 1000 രൂപയാണ്. അന്ന് തൊട്ട് എനിക്കിതെല്ലാം ജ്വരം. ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ ഒരു സ്ഥലം സ്വപ്നത്തിൽ വിചാരിച്ചതല്ല, പക്ഷേ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഇതെല്ലാം പൊക്കോണ്ടിരിക്കുക. ഈയിടെ എനിക്ക് ജ്വരം കൂടിയിട്ട് ഒരു വീടുണ്ട്, അത് ഞാൻ ഈയിടെ പറയുകയാണെങ്കിൽ വിറ്റു. യാത്ര പോകാനോ? എല്ലാവരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെക്കുന്നില്ല, വൈകി തെക്കാലം ഒന്ന് വാടകയ്ക്ക് താമസിക്കും. എന്നാന്നറിയോ, നമ്മുടെ പ്രായം 57 ആയല്ലോ. ഇച്ചിരി പൈസ ഒക്കെ ബാക്കിയൊക്കെ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാന്ന് വെച്ചിരിക്കുക. അപ്പം ഞാനും ഭാര്യയും കൂടെ അതാ വീട് വിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 2 പോക്ക് പോയി, 2 ടൂർ പോയി. യാത്ര അതാണ് എൻ്റെ ഇഷ്ടം. ഞാൻ പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഈ പൈസ ഉണ്ടാക്കി പിള്ളേരുടെ പേർക്കൊന്നും സ്വരൂപിച്ച് വെക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അതൊന്നും ശരിയായ രീതിയല്ല. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുക്കണം, അവർ പഠിക്കുക, അവർ തന്നെ ജോലി ചെയ്ത് കാശുണ്ടാക്കണം. നമ്മൾ കഷ്ടപ്പെട്ട പൈസ എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്? ഞങ്ങൾ ഈയിടെ 10 രാജ്യം കറങ്ങിയതിനകത്ത് 10 ഫാമിലി 20 പേര് പ്രായമുള്ളവരെ 60 വയസ്സിന് മേളിൽ പ്രായമുള്ള. അത് അവർക്കൊക്കെ ഇപ്പം മനസ്സിലായി കാണും, അല്ലെ ഈ കാശ് ചെലവാക്കി അവരൊക്കെ ഇങ്ങനെ രംഗത്തിറങ്ങുമോ? പിന്നെ ഞാനിതാ കുറച്ച് പടം ഇവിടെ ഒത്തിരി ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കുറച്ച് പടം എൻ്റെ കടയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ചിത്രങ്ങൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം ഞങ്ങൾ ഈ സിംഗപ്പൂർ ഇന്തോനേഷ്യ പോയതില്ല, അതിപ്പോൾ അടുത്താഴ്ച കിട്ടുള്ളൂ. ഈ അടുത്തിടെ പോയതൊക്കെ ഈ കാണുന്നത്, അതിനൊന്നും പോയതൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒട്ടിച്ച് ആൾക്കാർക്ക് ഒരു ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി എന്നോട് ചോദിക്കുന്നവർ എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. യാത്ര പോയതിൻ്റെ കാര്യമൊക്കെ ആൾക്കാരെല്ലാം വന്ന് ചോദിക്കും എന്നോട്, എങ്ങനെയുണ്ട് യാത്രയൊക്കെ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം പോയി കാണണം, നിങ്ങളിതെല്ലാം പോയി കണ്ടിട്ട് നിസ്സാരം വെളിയിലോട്ടൊന്നും പോകാനായിട്ട് വലിയ സാമ്പത്തികം ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഡൽഹി വരെയും ഒന്ന് പോകണം.
ഡൽഹി തന്നെ പോയ എന്തുമാത്രം കാഴ്ചകളാണ്. ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബാഗാവോറുടെ ആ ഒരു പരേഡൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ രോമം നമ്മുടെ എഴുന്നേറ്റ് നിൽക്കും. അത്ര ഒരു ഭയങ്കര സംഭവം. അത് 10,000-17,000 പേരെ അവിടെ വന്ന് ഇത് കാണാൻ നിൽക്കുന്നത്. ഭയങ്കര പരിപാടിയാണ്. പിന്നെ വേറെ ഇവിടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ മിക്കവാറും മൂന്നാർ ഇങ്ങനെ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഒത്തിരി സ്ഥലങ്ങൾ കേരളത്തിലെ മൊത്തം മിക്കവാറും കണ്ടു. പിന്നെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തും പോയി. ഇതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇതാണ് കട. നമ്മൾ പോയ യാത്രകളുടെ ഫോട്ടോസുകൾ അല്ലേ? നമ്മൾ പോയ യാത്രകളിലെ മിക്കവാറും ഭാഗങ്ങൾ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം വന്നിട്ടില്ല. 42 രാജ്യത്തോളം ഇപ്പം വന്നിരിക്കുക. എല്ലാം കൂടെ ഒരുപാട്. ആദ്യം പോയത് തായ്ലൻഡ് പറയുകയാണെങ്കിൽ 4-5 പ്രാവശ്യം പോയി. ഭാര്യയൊക്കെ കൊണ്ട് കാണിച്ച് കൂട്ടുകാരെയൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ കൂട്ടുകാർ വേറെ പോയി. പിന്നെ സിംഗപ്പൂര്, ശ്രീലങ്ക, പിന്നെ ജർമ്മൻ, ഫ്രാൻസ്, ഇറ്റലി. ഈയിടെ 9 രാജ്യം ഒന്നിച്ചു പോയി. 9 അതൊക്കെ ആയിട്ട് പറഞ്ഞെടി എടി വൈഫ് ഇവിടെ എടി ഒന്ന് ഞാനെല്ലാം മറന്നു. എനിക്ക് ഇച്ചിരി മനു എന്ന് പറഞ്ഞ് ഈയിടെ നമ്മൾ പോയേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ അടുത്ത കളി ഇവിടെ ഈയിടല്ലേ വരാൻ തുടങ്ങി 4-5 വർഷം. അതെ. ഇറ്റലി, ജർമ്മനി, പാരീസ്, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ബെൽജിയം, ഓസ്ട്രിയ, കനേഡിയ. അത് 9 രാജ്യം ഒന്നിച്ചു പോയതാ. ചേച്ചി ഒരു 10-25 രാജ്യം ചേച്ചി പോയിട്ടുണ്ട്. ചേച്ചി വന്ന ആദ്യം നാളായില്ലേ നീ? ഈയിടെയല്ല തുടങ്ങി. ആദ്യമൊന്നും വരത്തില്ല. ഞാൻ ഈയിടെയല്ലേ വരാൻ തുടങ്ങി. ഇപ്പം പോകണമെന്ന് ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയ സ്ഥലമാണ് സിംഗപ്പൂരും ഇന്തോനേഷ്യയും. അല്ല, അതിന്റെ ചിത്രം പറയണേ വന്നിട്ടില്ല. ഫിലിപ്പീൻസ്, തായ്ലൻഡ്, പിന്നെ കനേഡിയ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ 9 രാജ്യങ്ങൾ പോയതിന്റെ അതൊക്കെ കുറെ കാണുന്നേ. അതെല്ലാം ഉണ്ട്. ഈ ടൗറിന്റെ കാരനാടി കുറെ. ഇതൊക്കെ ഭയങ്കര സംഭവം. നമ്മൾ നോക്കുന്നവരൊന്നുമല്ല, അവിടെ നിന്ന് ചെല്ലണം. സ്വിറ്റ്സർലാൻഡ് മഞ്ഞുമലയുണ്ട്. അത് കേബിൾ കാറിൽ പോയി അങ്ങ് ഒത്തിരി ദൂരത്തിലാണ്, പൊക്കത്തിലാണ്. അപ്പം അതേ കയറി അവിടെ ചെന്ന് അതിനകത്ത് നിൽക്കുന്നതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണ്. മഞ്ഞ് വന്ന് നമ്മളെ മൂടും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്നിട്ട് മാറി പ്രത്യേക ഷൂ വേണം. അല്ല ഐസിന്റെ പുറത്തോട്ടല്ലേ നടക്കുന്നേ. ഭയങ്കര സംഭവം. തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാർ പറയുന്ന കേട്ടപ്പോൾ നമുക്കൊന്നും പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെന്ന് പറഞ്ഞ് ഇത് കണ്ടോ, ഞാൻ മുതലയുടെ പുറത്തിരിക്കുന്നത്. ഒത്തിരി പേര് ചോദിച്ചേ ഇതെന്നാ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇത് ഒറിജിനൽ മുതലയുടെ പുറത്ത് ഞാൻ ഇരിക്കുന്ന ഒറിജിനൽ എന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, തേള് വറുത്തത്, പാറ്റ വറുത്തത്, കണ്ടോ, വണ്ട് വറുത്തത്. ഇങ്ങനെ കഴിച്ചോ നോക്കി 5ാമത്തെ പ്രാവശ്യം കഴിക്കേണ്ടി വന്നു. എല്ലാം കഴിച്ചു. ഡൽഹി കാണുന്ന പുക്കറ്റ്, ഒരു രാജ്യം പോലെ പുക്കറ്റ്. ഡൽഹി എല്ലാം മൊത്തം കണ്ടിട്ടുണ്ട്. വാഗാ ബോർഡ് ഉണ്ടോ? വാഗാ ബോർഡ്, സുവർണ ക്ഷേത്രം ഇത് കണ്ടില്ലേ? പിന്നെ രാജന്മാര വെടിവെപ്പ് നടന്ന സ്ഥലം. പിന്നെ ഇത് കണ്ടില്ലേ? ഇത് കണ്ടോ, ഇത് നമ്മുടെ വാഗാ ബോർഡ്. ഇത് കണ്ടോ ഈ എനിക്ക് തോന്നുന്നു ഭയങ്കര ജനം, 14 ആൾക്കാരാണ് ഈ ബോർഡ് വന്നിരിക്കുന്നത്. ഈ പരേഡ് കാണാൻ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അതിര്. ഇത് കണ്ടോ, മറ്റേ വെടിവെപ്പാണല്ലോ. വെടിവെപ്പ് പാടുണ്ടോ? നിങ്ങൾ പൈസ എല്ലാം കൂടെ പാത്ത് വെച്ചിട്ട് ഒത്തിരി പേര് ചുമ്മാ സമ്പാദിച്ച് വെക്കുക. ഞാൻ പറയും നിങ്ങൾ അങ്ങനെയല്ല, ഇതൊക്കെ കാണാൻ. എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു ഭയങ്കര സംഭവം തന്നെ. ഇത് 1-2 സ്ഥലത്ത് നനക്കം വെച്ച് പോകാവോ? പിന്നെ ഇവിടെ നിൽക്കുകയില്ല. സ്ഥലം നമ്മുടെ ഇത് കോട്ടയം ജില്ലയിൽ ഞാലിയാവഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ ഹോട്ടൽ നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 33 വർഷത്തോളമായി. മുമ്പ് അപ്പുറത്തെ ഒരു മുറി മാറിയായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് 5 വർഷമായി. രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഞാനും ഭാര്യ ഇവിടെ വരും. 2 പേരും വരും. വന്നിട്ട് രാവിലെ തൊട്ട് രാത്രി ഒരു 10:30 ഒക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. 10:11 ആവും. അതുപോലെ ഇത് കഷ്ടപ്പെട്ട പരിപാടിയാണ്. പിന്നെ ഓർഡറും കാര്യങ്ങളും. നേരം വെളുക്കുമ്പോൾ സ്റ്റാഫ് ഉണ്ടോ ഇല്ലയോ, അവരില്ലേ അവരുടെ പണി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണ്ടേ. 4-5 പേരുണ്ട്. യാത്രയ്ക്ക് പോകുമ്പോൾ സ്റ്റാഫിനൊക്കെ ഇത് അങ്ങനെ നോക്കി ഞങ്ങൾ നിന്നാൽ കാര്യമില്ല. നമ്മുടെ പോക്ക് നടക്കത്തില്ല. എപ്പോഴും ഇവരെ കട രൂപ ഇത് നോക്കിയാൽ നമ്മുടെ ഒരിക്കലും കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പോൾ ഇത് വീട് വിറ്റു. ചേച്ചി സമ്മതിച്ചു. വല്ലവരും ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ആയി. മതിയെന്ന് ഒരു ചെറുത് വല്ലതും മതി താമസിക്കാൻ. നമ്മളിവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊറോട്ട, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. സ്പെഷ്യൽ എന്ന് പറയുന്നത്
പൊറോട്ട ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ്, ഊണ് എല്ലാ സാധനങ്ങളും ഉണ്ട്. മിക്കവാറും ഒക്കെ ഒത്തിരി ആയിട്ടുണ്ട്. പാലപ്പം, ഇടിയപ്പം എല്ലാം ഉണ്ട്. അടുത്ത യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത പൈസ ആകണം. കാരണം ഉണ്ടായിരുന്ന മൊത്തം തീർത്തു. ഇനി ഇതാകണം. അതിനാറിഞ്ഞ അധ്വാനമാണ്. ഇനി ഞങ്ങൾക്ക് കാണാനായിട്ട് ഒരു അമേരിക്കയ്ക്കുള്ള വിസയ്ക്കുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. ശരിയായിട്ടില്ല. അമേരിക്ക കാണണം. പിന്നെ കൊച്ചുമോള് നിൽക്കുന്നത് കാനഡ. ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പോകണം. ഇങ്ങനെ പോകണം എന്നൊരാഗ്രഹമുള്ളൂ. ഇപ്പം എങ്ങോട്ടേലും പോകണം. അതാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ എന്നാ പരിപാടിയാണേലും മാറ്റി വെക്കും. യാത്ര പോകും. വാടകയ്ക്ക് ആവശ്യമായാലും യാത്ര പോകണം. അതാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. നമ്മൾ അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ചെലവാക്കുക. അല്ല ആരുടെയും പേർക്ക് പാത്ത് വെക്കൂ. പല രാജ്യങ്ങൾ പല രീതിക്ക് കണ്ടുപിടിച്ച് പല പോലെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇതൊക്കെയുള്ള ജീവിതത്തിലെ ഒരു അനുഭവം എന്ന് പറയാനേ. ഇത് കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെയൊക്കെ പോവുക. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, വീട്ടിലെല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പോകാൻ പറ്റുമ്പോഴേ പോകാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി പ്രായമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കണ്ടാൽ നല്ലതാ. മക്കളെ കാര്യം അവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു. അവരൊക്കെ അതിൻ്റെ വഴിക്ക് പോവുക. നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കഷ്ടപ്പാടല്ലേ നമ്മുടെ കാര്യം. അവരുടെ ഒന്നും അനുഭവം ചോദിക്കാറില്ല. ഞങ്ങൾ ചിലപ്പോൾ പോയി കഴിയുമ്പോൾ വിളിക്കുമ്പോൾ ആരറിയും നിങ്ങൾ ഇവിടെയാണോ എന്നടുത്താണോ എന്നൊക്കെ. എന്തായാലും ഉദ്ദേശപൂർവ്വം ഇനിയുള്ള യാത്രകൾ നടക്കട്ടെ. അപ്പൊ എന്തായാലും ഇതുവഴി പോകുന്നവരല്ലേ, വാകത്താനം വഴി പോകുന്നവർ ഇവിടെ കയറി ചായ കുടിച്ചിട്ട് പോകണം. ഇവിടെ വന്ന് ചേട്ടനെ ചേട്ടന് വയ്യപ്പെടുക. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടെന്നേ. ഈ പറഞ്ഞ ഫോട്ടോകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു പ്രോത്സാഹനം ഉണ്ടാകട്ടെ യാത്രകൾക്ക്. അതെ. എന്തായാലും ചേട്ടാ നന്ദി. ശരി.